ഹായ് ഗൈസ്, നമ്മളെ വീഡിയോ ട്രിബിക്സ് എക്സ് സൗണ്ട് പ്ലസ് 2 ഇതും നമ്മുടെ JBL ഫ്ലിപ്പ് 6ഉം തമ്മിലുള്ള ചെറിയൊരു കമ്പാരിസൺ ആണ്. സോ നമുക്ക് ഫസ്റ്റ് ട്രിബിക്സ് എക്സ് സൗണ്ട് പ്ലസ് 2ൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിന് IPX7 വാട്ടർ പ്രൂഫിംഗ് ആണ്. 5.3 ആണ് ഇതിൻ്റെ ബ്ലൂടൂത്ത് വരുന്നത്. പിന്നെ ഹാൻഡ്സ് ഫ്രീ കോളിംഗ് ഉണ്ട്. ഇതിൻ്റെ ഏറ്റവും മെയിൻ അടിപൊളി ഫീച്ചറാണ് കോളിംഗ് ഫീച്ചർ. ഇതിൽ തന്നെ ഇൻബിൽഡ് മൈക്ക് ഉണ്ട്. മൈക്ക് യൂസ് ചെയ്ത് നമുക്ക് കോൾ കണക്ട് ചെയ്യുകയും അത് തന്നെ കട്ട് ചെയ്യാനും പറ്റും. പിന്നെ 24 hours പ്ലേ ബാക്കിങ്. പിന്നെ 3 കസ്റ്റമൈസ്ഡ് മോഡ് സൗണ്ട് ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനൊരു ആപ്പ് ഉണ്ട്. ആപ്പ് യൂസ് ചെയ്ത് നമുക്ക് ഒരുപാട് കസ്റ്റമൈസേഷൻസ് സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ സ്റ്റീരിയോ പെയറിങ്, നമ്മുടെ JBLിലൊക്കെ വരുന്ന പോലെ പാർട്ടി ബൂസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇത് തന്നെ 2-3 സ്പീക്കർ കണക്ട് ചെയ്ത് നമുക്കൊരു സ്റ്റീരിയോ സിസ്റ്റം സെറ്റ് ചെയ്യാൻ പറ്റും. അതേ സെയിം ഫീച്ചേഴ്സ് ഇതിൽ അവൈലബിൾ ആണ്. ഇതിൻ്റെ തന്നെ ട്രിബിക്സ് എക്സിൻ്റെ മൾട്ടിപ്പിൾ സ്പീക്കേഴ്സ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് കണക്ട് ചെയ്ത് മൾട്ടിപ്പിൾ യൂസ് ചെയ്യാൻ പറ്റും. നമ്മുടെ ട്രിബിക്സിൽ ഇത്രയും സ്വിച്ചസ് ആണ് അവൈലബിൾ. ഫസ്റ്റ് പവർ ബട്ടൺ, പിന്നെ ബ്ലൂടൂത്ത് ബട്ടൺ, പിന്നെ വോളിയം പ്ലസ് മൈനസ്. ഇതാണ് നമ്മുടെ കോളിംഗ് ബട്ടൺ. ഈ കാണുന്ന ചെറിയൊരു പോയിൻ്റാണ് നമ്മുടെ മൈക്ക്. ഇത് തന്നെ നമുക്ക് കോള് കണക്ട് ചെയ്യാനും കട്ട് ചെയ്യാനും ഇത് തന്നെ അവൈലബിൾ ആണ്. പിന്നെ EQ, നമ്മുടെ ഇക്വലൈസർ. ഇത് ആപ്പ് ഇൻ്റർഫേസ്. ഇതിൽ തന്നെ 3 മോഡ് വരുന്നുണ്ട്. ഇതിൻ്റെ ആപ്പ് ഉണ്ട്. ട്രിബിക്സ് എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്. നമുക്ക് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ്. അത് യൂസ് ചെയ്ത് നമുക്കിത് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ബേസും എല്ലാം നമുക്ക് ഇതിൽ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതാണ് നമ്മുടെ JBLിലേക്ക് പറഞ്ഞ പാർട്ടി ബൂസ്റ്റ് എന്ന് പറഞ്ഞ ആ സ്വിച്ച്. ഇത് യൂസ് ചെയ്ത് നമുക്ക് മൾട്ടിപ്പിൾ സ്പീക്കേഴ്സ് കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൽ വരുന്ന ഒരു നടുക്കൊരു ബേസും 2 ട്വിറ്ററാണ് ഇതിനകത്ത് വരുന്നത്. വൂഫർ. പിന്നെ ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി, ഇത് ഓൾറെഡി IPX7 ആണ്. അതായത് ഇത് ഫുള്ളി ഔട്ട്ഡോർ ബേസ്ഡ് സ്പീക്കർ അല്ല. വാട്ടർ പ്രൂഫ് ആണ് എന്ന് പറയുന്നുണ്ടെങ്കിലും ബാക്കിൽ ഒരു ഓപ്പൺ വെന്റ് തന്നെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് വഴി വെള്ളമൊക്കെ കയറി കഴിഞ്ഞാൽ എങ്ങനെയാണെന്നുള്ള കാര്യം അറിഞ്ഞുകൂടെ എനിക്ക്. ഇത് എങ്ങനെ വന്നാലും ഇതിനകത്ത് വെള്ളം കയറി നമുക്ക് ഇത് ബോഡിയിൽ നിന്നും കയറത്തില്ല എന്ന് പ്രതീക്ഷിക്കാം. പക്ഷേ IPX7 ആണ് ഇത് അവർ പ്രൂഫ് ചെയ്തേക്കണേ. പിന്നെ X7 എന്ന് പറയുമ്പോൾ എക്സ് ഡസ്റ്റ് പ്രൂഫ് അല്ല. അതായത് നമ്മളിപ്പോൾ ബീച്ചിലോ അല്ലെങ്കിൽ ഔട്ട്ഡോർ നമുക്ക് പാർക്കിലോ എവിടെയെങ്കിലും പോയിരുന്ന് ഇതിനകത്ത് പൊടിയൊക്കെ ആവുന്നതാണ്, ഡസ്റ്റൊക്കെ ഒരുപാട് ആവുന്നുണ്ട്, സാൻഡൊക്കെ കയറുകയാണെന്നുണ്ടെങ്കിൽ ഇത് എങ്ങനെ വന്നാലും ഇത് അടിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. ഇത് ചെറിയൊരു നെഗറ്റീവാണ്. ബാക്കി ഓവറാൾ ഇത് ഒരുപാട് കസ്റ്റമൈസേഷൻ ഉണ്ട്. പിന്നെ ഒരു ആപ്പ് കസ്റ്റമൈസേഷൻ ഉണ്ട്. ഈ സ്പീക്കർ ഐഫോണുമായിട്ട്, അതായത് നമ്മുടെ iOS സിസ്റ്റമായിട്ട് നല്ല കോമ്പാക്റ്റബിൾ ആണ്. അതായത് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ ചാർജ് ഈ കാണുന്ന ലാസ്റ്റ് സ്പീക്കർ 80% കാണുന്നത് ഇതിൻ്റെ ചാർജിങ് ആണ്. എത്ര പെർസെൻറ്റേജ് ഉണ്ടെന്ന് കാണിക്കുന്നത്. ഇത് ഐഫോണുമായിട്ട് നല്ല കോമ്പാക്റ്റബിൾ ആണ്. അല്ലാതെ തന്നെ ഇതിനൊരു ആപ്പ് ഉണ്ട്. അതായത് ട്രിബിക്സ് എക്സിൻ്റെ സൗണ്ടിൻ്റെ ആപ്പ്. കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. ഇതിനകത്ത് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. 80% ചാർജ്, നമ്മൾ വോളിയം കാണിക്കുന്നുണ്ട്. ഇതിനകത്ത് തന്നെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ഒരുപാട് EQ ഫീച്ചേഴ്സ് ഉണ്ട്. റോക്ക്, ജാസ്, ഓഡിയോ ബുക്ക്, ബേസ് ഓഫ്. അല്ലാതെ തന്നെ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് തന്നെ കസ്റ്റമൈസ് ചെയ്ത് ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ യൂസ് ചെയ്യാൻ പറ്റും. കസ്റ്റമൈസ് ചെയ്ത് സെറ്റ് ചെയ്ത് ഇതൊക്കെ യൂസ് ചെയ്യാൻ അറിയാമെന്നുള്ളവർക്ക് നല്ല രീതിക്ക് കസ്റ്റമൈസ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ഫീച്ചേഴ്സ്. ഇനി നമ്മുടെ JBL ഫ്ലിപ്പ് 6 ഇത് IP67 ആണ്. അതായത് ഡസ്റ്റ് പ്രൂഫാണ്, വാട്ടർ പ്രൂഫാണ്. അതായത് ഇപ്പോൾ നമ്മൾ പൂളിലോ എവിടെയെങ്കിലും ഇരുന്ന് യൂസ് ചെയ്ത് പൂളിലൊക്കെ വീണ് കഴിഞ്ഞാൽ വെള്ളം കയറേണ്ട ഒരു ചാൻസും ഇല്ല. ഫുള്ളി വാട്ടർ പ്രൂഫാണ്, ഡസ്റ്റ് പ്രൂഫുമാണ് എന്ന് അവർ പറയുന്നുണ്ട്. JBLിൻ്റെ കാർഡിൽ തന്നെ ഒരു ഫീച്ചർ എഴുതിയിട്ടുണ്ട്. വെള്ളത്തിനാണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചാർജിങ് പോർട്ട് ചാർജ് ചെയ്യാൻ നേരത്ത് ജസ്റ്റ് ഒന്ന് തുടച്ചാൽ മാത്രം മതി. ഒരു കാരണം വെച്ചാൽ വെള്ളം അകത്ത് കയറത്തില്ല എന്ന് അത് ഇൻ ഡെപ്തിൽ അവരുടെ ഈ ഗൈഡിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് അങ്ങനെ കാര്യങ്ങളോ ബാക്കിയൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും ഇതിലൊരു മെയിൻ ഫീച്ചർ ഈ ക്യാപ്പാണ്. ഇതിനകത്താണ് നമ്മുടെ ഓക്സ് കേബിളും നമ്മുടെ ചാർജിങ് കേബിളും വരുന്നത്. അപ്പം ഇത് അടച്ചു കഴിഞ്ഞാൽ എന്തായാലും ചാർജിങ് പോർട്ടിനകത്ത് എങ്ങനെ വന്നാലും വെള്ളം കയറത്തില്ല. ഓക്സ് കേബിൾ, പിന്നെ ഓക്സ് കേബിൾ ഇതിൽ മാത്രമേ ഉള്ളൂ, ഇതിലില്ല. നമുക്ക് ഓക്സ് കേബിൾ യൂസ് ചെയ്ത് നമ്മുടെ MP3 പോഡോ എന്ത് കണ്ടിലും ഓക്സ് കേബിൾ കണക്ട് ചെയ്ത് നമുക്ക് പാട്ട് കേൾക്കാൻ പറ്റും. ആ ഒരു ഫീച്ചേഴ്സ് ഇതിനകത്തുണ്ട്. പിന്നെ നമ്മുടെ JBL ആകപ്പാടെ കണക്റ്റിംഗ് സ്വിച്ച് വരുന്നത് പോസ് പ്ലേ, പിന്നെ അല്ലെങ്കിൽ നെക്സ്റ്റ്, വോളിയം പ്ലസ്, വോളിയം മൈനസ്, പിന്നെ നമ്മുടെ പാർട്ടി ബൂസ്റ്റ്. ഇത് നമ്മുടെ JBLായിട്ട് മൾട്ടിപ്പിൾ സ്പീക്കറായിട്ട് കണക്ട് ചെയ്ത് സ്റ്റീരിയോ സിസ്റ്റം ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇത്രയും മാത്രമേ ഇതിനകത്ത് വരുന്നുള്ളൂ. പക്ഷേ ഇതിനകത്ത് ഒരുപാട് ഇത്രയും കസ്റ്റമൈസേഷനും അതിനകത്ത് അല്ലാതെ തന്നെ ആപ്പ് കസ്റ്റമൈസേഷനും ആപ്പ് ഇൻ്റർഫേസ് ഒരുപാട് സാധനങ്ങൾ വരുന്നുണ്ട്. നമ്മുടെ ട്രിബിക്സിൻ്റെ പ്രൈസ് വരുന്നത് ഇവിടെ UK-ലാണെങ്കിൽ 40 to 60 ആണ് ഈ മോഡലിന് വരുന്നത്, ഈ 2-ന് വരുന്നത്. അതേപോലെ ഇതിനാണെന്നുണ്ടെങ്കിൽ 100 തൊട്ട് 100 പൗണ്ട് തൊട്ട് 125 വരെയാണ് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത്. നമ്മുടെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ ഇതിന് ഒരു 10 തൊട്ട് 11 വരെ ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വരാം. ഇതിന് 4500 തൊട്ട് 5000 വരെയാണ് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് INR-ൽ വരുന്നത്. ഈ ഓപ്ഷന് ഇത് 5.3 ബ്ലൂടൂത്ത് ഉള്ള ഒരു ബെസ്റ്റ് ഡിവൈസ് എന്ന് വേണമെങ്കിൽ പറയാം. ബെസ്റ്റ് ഡിവൈസ്, അത്യാവശ്യം നല്ല ബെസ്റ്റ് ഡിവൈസാണ്. ഈ പ്രൈസ് റേഞ്ചിൽ കിട്ടുന്ന ഒരു ബെസ്റ്റ് ഡിവൈസ് എന്ന് വേണമെങ്കിൽ ഇതിന് പറയാം. ഇതിൻ്റെ ഇരട്ടി പ്രൈസാണ് ഇതിന് വരുന്നത്, ഡബിൾ പ്രൈസാണ് വരുന്നത്. ഇനി ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി, പ്രോസസ്ഡ് സൗണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഇത് കുറച്ചും കൂടെ പ്രോസസ്ഡ് സൗണ്ടാണ്.
നമുക്ക് ഇപ്പം നമ്മൾ സ്പോട്ടിഫൈയിലൊക്കെ ഒരു ഹൈ ക്വാളിറ്റി മ്യൂസിക് ഇട്ട് കഴിഞ്ഞാൽ ഫുള്ളി ഹൈ ക്വാളിറ്റി മ്യൂസിക് ഇട്ട് കഴിഞ്ഞാലും ഏത് പാട്ട് മാറ്റി കഴിഞ്ഞാലും ഇത് ഒരേ ബേസിൽ ഇത് ഇങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കും. ബട്ട് ഇതാണെങ്കിൽ സൗണ്ട് ക്വാളിറ്റി അനുസരിച്ച് ഇതിൻ്റെ ഏതാണോ സൗണ്ട് ക്വാളിറ്റി അനുസരിച്ചും പാട്ടനുസരിച്ചും ആ ഒരു പാട്ടിൻ്റെ ഫീലും ആ ഡെപ്തും നമുക്ക് ഇതിന് അറിയാൻ പറ്റും. അതാണ് ഇതിൻ്റെ പ്രൈസ് റേഞ്ച്. കസ്റ്റമൈസേഷൻ കുറവും പ്രൈസ് റേഞ്ച് കൂടുതലും കാരണം എന്ന് പറഞ്ഞാൽ ഈ ബ്രാൻഡ് വാല്യൂ ആകാം. ഇത് മെയ്ഡ് ഇൻ ചൈനയാണ്, ഇത് ഇൻ്റർനാഷണൽ ബ്രാൻഡും കൂടെയാണ്. ആ ഒരു ക്വാളിറ്റിയിലാണ് ഇതിന് പ്രൈസ് ഇത്രയും കൂടുതൽ കാണിക്കുന്നത്. പ്രൈസ് ഇത്രയും കൂടുതലാണ്. ഇത് കുറച്ച് നോർമലി അഫോർഡബിൾ പ്രൈസ് അല്ല, എങ്കിലും ഇത് കുറച്ച് പ്രൈസ് കൂടുതലായത് ഇത് രണ്ടിലുള്ള സൗണ്ട് ക്വാളിറ്റി വ്യത്യാസമാണ്. നമ്മൾ രണ്ടും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ മാത്രം സൗണ്ട് ക്വാളിറ്റി അറിയാവൂ. അല്ലാതെ ഇത് ഈ പ്രൈസ് റേഞ്ചിന് അത് ബെസ്റ്റ് ഓപ്ഷനാണ്. ഇത് വാങ്ങണം എന്നുള്ളവർക്ക് ഇത് വാങ്ങിച്ച് യൂസ് ചെയ്ത് നോക്കാം. ഇത് അത്യാവശ്യം നല്ല സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. 30 വാട്ടാണ് സൗണ്ട്. സോ ഇതിൻ്റെ രണ്ടിൻ്റെ ലിങ്ക് നമ്മുടെ പ്രോഡക്റ്റിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഏത് ബ്രാൻഡിനോടാണ് നിങ്ങൾക്ക് താല്പര്യം, അല്ലെങ്കിൽ ഏതൊക്കെ ഫീച്ചേഴ്സാണ് നിങ്ങൾക്ക് ആവശ്യം, അതനുസരിച്ച് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം.